നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇത് നമ്മുടെ മാവലയാണ്, സ്വന്തം മാവല. അപ്പം അതുകൊണ്ടൊരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് നമ്മളൊരു ഞണ്ടും കൂടെ ഇട്ടിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിക്കളാം. സൂപ്പർ ഒരു സൂപ്പാണ്, ഒരു വെറൈറ്റിയും കൂടി. സൂപ്പിന് ചതയ്ക്കാനുള്ള ഐറ്റമാണ് അത്. കടുക്, ഉലുവ, പച്ചമല്ലി, കുരുമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി. അപ്പൊ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ആദ്യം ചതയ്ക്കും. പ്രധാനപ്പെട്ട ഞണ്ട് മാവില സൂപ്പിനുള്ള മാവല, ഒരു 3 മാവല എടുക്കുന്നു. അതിനെ ഇങ്ങനെ പീസായിട്ടാക്കുന്നു, ഇതിനകത്ത് ഇടുന്നു. ഞാൻ ബാക്കിയുള്ള പറഞ്ഞ ഐറ്റംസ് അല്ല, ഇഞ്ചി, വെളുത്തുള്ളി എന്നുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇടുന്നു ചതയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഞണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്യണം, പൊടിക്കല്ലേ. പൊടിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടയിലേക്ക് കയറും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക എന്നുള്ളതാണ്. മസാലയായാലും അങ്ങനെ പൊടിക്കല്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക എന്നുള്ള ഈ പരുവത്തിൽ ചെയ്യാം. എടുക്കുക, ചട്ടി എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ചിട്ട് സാധനങ്ങളെല്ലാം കൂടെ സോട്ട് ചെയ്യുക. അത് ഒരു റെഡിഷ് കളർ ആയതിനു ശേഷം മഞ്ഞപ്പൊടി ശകലം ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഫൈനലിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യുക. അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് ഞണ്ടിനെ വേവിക്കുക. അതിന് ശേഷം ഫൈനലിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിക്കാതെ ലാസ്റ്റ് കറക്കിയിട്ട് പിന്നെ അതിനെ ഉപ്പിടുക, പെപ്പർ ഇടുക, ലെമൺ. അപ്പോൾ വോട്ട് ഓടിച്ചതിൻ്റെ ഇടയിലാണ് സൂപ്പും ടേസ്റ്റ് ചെയ്യണത്. കൊള്ളാം കേട്ടോ, നല്ല സൂപ്പറാണ്. ആ മാവിൻ്റെ ഇലയുടെയും ആ ലെമണും ആ ഞണ്ടിനെയും സൂപ്പറാണ്. ആ പച്ചമുളകിൻ്റെ ഏരിയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പം എന്തായാലും കിടിലൊരു ഓപ്ഷനാണ്.